I am Joseph Chaco. I welcome all of you to ELAP English Language Acquisition Program. Vocal practice in the 5th class. We have been trying to acquire the skill to use the language for communication. ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാകണം. ഇംഗ്ലീഷ് സംസാരിക്കുന്ന നേറ്റീവ് സ്പീക്കേഴ്സ് നമുക്ക് സുഹൃത്തുക്കളായിട്ടില്ല. അപ്പോൾ നാം ഇതുപോലുള്ള ക്ലാസ്സുകളിലൂടെ ലഭിക്കുന്ന അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ക്ലാസ് ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്നവരും പുതിയതായി ഈ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ യു ആർ എക്സ്പെക്റ്റഡ് ടു ബി ജനറസ്. മറ്റുള്ളവർക്ക് ക്ലാസ്സുകൾ നമ്മൾ ഷെയർ ചെയ്യണം. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവർക്കും അവസരം ലഭിക്കട്ടെ. ഒരു ലാംഗ്വേജ് അക്വയർ ചെയ്യണമെങ്കിൽ 3 ഘട്ടങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടിയിരിക്കുന്നു. എൻ്റെ എല്ലാ ക്ലാസ്സുകളിലും ഞാൻ നിങ്ങളെ ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ, ലേൺ ഓൾ ദ സെൻറ്റൻസ് പാറ്റേൺസ്. പ്രാക്ടീസ് ദ സെൻറ്റൻസസ്. ഗിവ് ഇൻറ്റൻസ് ട്രെയിനിങ് ഓർ പ്രാക്ടീസ് ടു ദ വോക്കൽ ഓർഗൻസ്. വോക്കൽ ഓർഗൻസിന് നമ്മൾ പരിശീലനം കൊടുക്കുക. രജിസ്റ്റർ ഓൾ ദീസ് സെൻറ്റൻസ് പാറ്റേൺസ് ഇൻ അവർ ബ്രെയിൻ. എപ്പോൾ നമുക്ക് ആവശ്യം വന്നാലും നമുക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ ഒരു ഉപബോധ മനസ്സിൽ ഇത് രജിസ്റ്റർ ചെയ്യപ്പെടണം. സെൻറ്റൻസ് പാറ്റേൺസ് എല്ലാം. മറ്റൊന്ന് വൊക്കാബുലറി ആർജിക്കുവാൻ ചില അവസരങ്ങൾ നമ്മളുടെ ക്ലാസ്സിലുണ്ട്. അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. അതുകൂടാതെ ദിവസം ഒരു പുതിയ വേർഡെങ്കിലും നാം പഠിച്ചു വയ്ക്കണം. ഇത് വോക്കൽ എക്സസൈസിൻ്റെ പാർട്ട് 5 ആണ്. ഈ ക്ലാസ്സിനെ 3 ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സെഷനിൽ എന്താണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നുള്ള കാര്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സെക്കൻഡ് പാർട്ടിൽ തറോ അനാലിസിസ് ഓഫ് 12 സെൻറ്റൻസസ് ദാറ്റ് വി ഹാഡ് ലേൺഡ് ഇൻ ദ ഫസ്റ്റ് ക്ലാസ്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഒരു 12 സെൻറ്റൻസസ് ഉണ്ടല്ലോ, പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തന്ന ആ 12 സെൻറ്റൻസുകളെ ഒന്നുകൂടി ഡീപ്പായി അനലൈസ് ചെയ്യുക. നമ്മൾ പാർട്ട് 1 അല്പം ഒന്ന് തിരിച്ചു പോകും. ഇതുവരെ നമ്മൾ പഠിച്ചിരിക്കുന്നത് പോസിറ്റീവ് സെൻറ്റൻസും നെഗറ്റീവും, പോസിറ്റീവ് ക്വസ്റ്റ്യനും നെഗറ്റീവ് ക്വസ്റ്റ്യനും. ആ ക്വസ്റ്റ്യൻസ് തന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ മറുപടി യെസ് അല്ലെങ്കിൽ നോ ആണ്. ഡു യു കം എന്ന് ചോദിച്ചാൽ യെസ് ഐ കം എന്നാണ് മറുപടി. ഡോണ്ട് യു കം എന്ന് ചോദിച്ചാലും ഒന്നുകിൽ നമുക്ക് യെസ് ഐ കം എന്ന് പറയാം, നോ ഐ ഡോണ്ട് കം എന്ന് പറയാം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ അല്പം കൂടി മുന്നോട്ട് പോവുകയാണ്. സെൻറ്റൻസിനെ വളരെ ആഴമായി അനലൈസ് ചെയ്യും. എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് നെഗറ്റീവ് ആകുന്നത്, എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് ക്വസ്റ്റ്യൻ ആകുന്നത്, ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്താൽ ആ സെൻറ്റൻസിൽ വരുന്ന മാറ്റം എന്ത്, ഇത് നമ്മൾ പഠിക്കും. അതിനുശേഷം നിങ്ങൾക്ക് വോക്കൽ എക്സസൈസ് ചെയ്യാനുള്ള സെൻറ്റൻസുകൾ ലഭിക്കും. തീർച്ചയായും തറോ പ്രാക്ടീസാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് ഒരു സെൻറ്റൻസ് നമ്മുടെ സ്വന്തമാകണമെങ്കിൽ 20 പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യണമെന്നാണ് പറയുക. കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുക. ക്ലാസ്സിൻ്റെ സ്പീഡിനെക്കുറിച്ചൊക്കെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട്. ഞാനത് വിശകലനം ചെയ്യുന്ന സമയത്തും അത് ക്ലാസ്സിൻ്റെ അനാലിസിസിൻ്റെ സമയത്തും അല്പം വേഗത കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ വേഗതയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് പാടില്ല. തറോ പ്രാക്ടീസാണ്, ഒരു ഇൻറ്റൻസ് പ്രാക്ടീസാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സെൻറ്റൻസുകൾ നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് പഠിക്കണം, നിങ്ങളുടെ സ്വന്തമാകണം. ക്രമേണ നിങ്ങൾക്കത് അനുഭവപ്പെടാൻ സാധിക്കും. ആദ്യത്തെ പ്രാക്ടീസിന് ശേഷം ഒരു 2ാം ഘട്ടത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ സെൻറ്റൻസുകൾ താനെ നിങ്ങളുടെ മനസ്സിലേക്ക്, നിങ്ങളുടെ നാവിലേക്ക് വരുന്ന ഒരു അനുഭവം തീർച്ചയായും നിങ്ങൾക്ക് ഉണ്ടാകും. ഒരു ഇൻക്ലിനേഷൻ, ലാംഗ്വേജിലേക്ക് ഒരു ചായ്വ് സൃഷ്ടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വളരെ കീൻ അറ്റൻറ്റീവ് ആയിരിക്കണം. നിങ്ങൾ അല്പസമയം ഇതിനു വേണ്ടി മാറ്റിവെക്കണം. നിങ്ങൾ ഈ ക്ലാസ് കാണാൻ ഒരുങ്ങുമ്പോൾ മറ്റ് അസ്വസ്ഥതകളൊന്നും നിങ്ങളെ ബാധിക്കാതെ അല്പസമയം നിങ്ങളിതിനു വേണ്ടി ഒന്ന് മാറ്റിവെക്കണം. നമ്മളോട് തന്നെ ഒരു ആത്മാർത്ഥത. ഷുവർലി യു വിൽ ഫൈൻഡ് റിസൾട്ട്. പാർട്ട് 1 പറഞ്ഞിരിക്കുന്ന ടൈപ്പ് ഓഫ് സെൻറ്റൻസുകളിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകാം. അതായത് അവൻ വരാറുണ്ട്, വരാറില്ല, വരാറുണ്ടോ, വരാറില്ലേ, വന്നു, വന്നില്ല, വന്നോ, വന്നില്ലേ, വരും, വരില്ല, വരുമോ, വരില്ലേ. ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ പാർട്ട് 1 പഠിച്ചത്. അത്തരത്തിൽ സെൻറ്റൻസുകളിലെ മറ്റൊരു എക്സാമ്പിൾ നമുക്കൊന്ന് പരിശോധിക്കാം. പക്ഷേ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് നമ്മൾ പാർട്ട് 1 ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെയാണ്. ഈ സെൻറ്റൻസുകളൊന്ന് ശ്രദ്ധിക്കുക. ഹി വാച്ചസ് മൂവീസ്, ഹി ഡസൻ വാച്ച് മൂവീസ്, ഡസ് ഹി വാച്ച് മൂവീസ്, ഡസൻ ഹി വാച്ച് മൂവീസ്. ഇതിൻ്റെ മീനിങ് അവൻ മൂവീസ് കാണാറുണ്ട്, ഹി വാച്ചസ് മൂവീസ്. ഹി ഡസൻ വാച്ച് മൂവീസ്, അവൻ മൂവീസ് കാണാറില്ല. ഇത് ക്വസ്റ്റ്യൻ ആയാലോ, ഡസ് ഹി വാച്ച് മൂവീസ്, അവൻ മൂവീസ് കാണാറുണ്ടോ, ഡസൻ ഹി വാച്ച് മൂവീസ്, അവൻ മൂവീസ് കാണാറില്ലേ. ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളിൽ സൂചിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ പതിവിനെയാണ്. ഹി വാച്ചസ് മൂവീസ്, അവൻ കാണാറുണ്ട്, അത് അവൻ്റെ സ്വഭാവമാണ്, അതൊരു പതിവാണ്. അടുത്ത സെൻറ്റൻസുകൾ നോക്കുക. ഹി വാച്ച്ഡ് മൂവീസ്,
ഹി ഡിഡിൻറ്റ് വാച്ച് മൂവീസ്. ഡിഡ് ഹി വാച്ച് മൂവീസ്, ഡിഡിൻ ഹി വാച്ച് മൂവീസ്. ഇതൊരു പാസ്റ്റ് ആക്ഷനാണ്. കണ്ടു, അവൻ മൂവീസ് കണ്ടു. ഹി വാച്ച്ഡ് മൂവീസ്. അവൻ മൂവീസ് കണ്ടില്ല. ഹി ഡിഡിൻറ്റ് വാച്ച് മൂവീസ്. അവൻ മൂവീസ് കണ്ടോ. ഡിഡ് ഹി വാച്ച് മൂവീസ്. അവൻ മൂവീസ് കണ്ടില്ലേ. ഡിഡിൻ ഹി വാച്ച് മൂവീസ്. അടുത്ത സെൻറ്റൻസുകൾ നോക്കുക. ഹി വിൽ വാച്ച് മൂവീസ്. അവൻ മൂവീസ് കാണും. ഇത് ഫ്യൂച്ചറാണ്, സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഹി വോൺ വാച്ച് മൂവീസ്. അവൻ മൂവീസ് കാണുകയില്ല. വിൽ ഹി വാച്ച് മൂവീസ്. അവൻ മൂവീസ് കാണുമോ. വോൺ ഹി വാച്ച് മൂവീസ്. അവൻ മൂവീസ് കാണുകയില്ലേ. Here you can see three sets of sentences. The first set of sentences denotes present, and the second set of sentences denotes past, and the third set says about the time in future. ഇവിടെ സമയക്രമത്തിലെ മാറ്റമനുസരിച്ച് വെർബിൻ്റെ രൂപത്തിൽ വന്നിരിക്കുന്ന മാറ്റം ഒന്ന് ശ്രദ്ധിക്കുക. വാച്ചസ്, വാച്ച്ഡ്, വിൽ വാച്ച്. കാണാറുണ്ട്, കണ്ടു, കാണും. ഒന്നാമത്തെ, അതായത് ഹി വാച്ചസ് മൂവീസ് എന്ന് പറയുമ്പോൾ അവിടെ എസ് ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തേത് പാസ്റ്റ് ടെൻസ് ആണ്. അത് വാച്ച്ഡ് എന്ന വെർബിൻ്റെ രണ്ടാമത്തെ രൂപമാണ്, V2 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ സമയക്രമം ഫ്യൂച്ചറാണ്. അവിടെ വെർബിൻ്റെ ബേസ് ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ സെറ്റിൻ്റെയും ആദ്യത്തെ സെൻറ്റൻസ് പോസിറ്റീവാണ്, രണ്ടാമത്തെ സെൻറ്റൻസ് നെഗറ്റീവാണ്. പോസിറ്റീവ് ആയിരിക്കുന്ന ഒരു സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കാൻ എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഓക്സിലറി വെർബിനോടുകൂടി നോട്ട് ചേർത്താണ് ഓരോ സെൻറ്റൻസിനെയും നെഗറ്റീവ് ആക്കിയിരിക്കുന്നത്. ഓരോ സെൻറ്റൻസിൻ്റെയും ക്വസ്റ്റ്യൻ രൂപം കിട്ടുവാൻ ഓക്സിലറി വെർബിനെയും സബ്ജക്റ്റിനെയും ഇൻവേർഷൻ നടത്തിയിരിക്കുകയാണ്. അതായത് ചില സ്ഥാനമാറ്റങ്ങളിലൂടെ ഈ സെൻറ്റൻസ് ക്വസ്റ്റ്യൻ ആയിത്തീരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം കാണുന്ന സെറ്റ് ഓഫ് സെൻറ്റൻസസ്, അതായത് ഹി വാച്ചസ് മൂവീസ്, ഹി ഡസിൻറ്റ് വാച്ച് മൂവീസ്, ഡസ് ഹി വാച്ച് മൂവീസ്, ഡസിൻറ്റ് ഹി വാച്ച് മൂവീസ്. അവൻ മൂവീസ് കാണാറുണ്ട്. ഇത്തരം സെൻറ്റൻസുകൾ ഉപയോഗിക്കുന്നത് ഒരു വ്യക്തിയുടെ നിത്യം ചെയ്യുന്ന പ്രവർത്തനത്തെ, അതായത് ഒരു പതിവിനെ സൂചിപ്പിക്കാനാണ്. അതല്ലെങ്കിൽ എല്ലാ ദിവസവും സത്യമായി ഭവിക്കാൻ സാധ്യതയുള്ള പ്രകൃതി സത്യങ്ങളാണ് ഇത്തരം സെൻറ്റൻസുകളിൽ ഉപയോഗിക്കുന്നത്. ഇവിടെ രണ്ട് തരത്തിലുള്ള വെർബിൻ്റെ രൂപങ്ങൾ വരാം. ഒന്ന് എസ് ഫോം, മറ്റൊന്ന് ബേസ് ഫോം. ഞാൻ ഇതിന് മുൻപുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, സബ്ജക്റ്റ് തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ മാത്രമേ എസ് ഫോം ഉപയോഗിക്കൂ. അതായത് ഹി, ഷീ, ഇറ്റ്. ഇതുപോലെ സിംഗുലർ ആയിരിക്കുന്ന തേർഡ് പേഴ്സൺ സബ്ജക്റ്റിൻ്റെ കൂടെ മാത്രമേ എസ് ഫോം ഉപയോഗിക്കൂ. ബാക്കിയുള്ള എല്ലാ പേഴ്സൻ്റെയും കൂടെ, അതായത് ഫസ്റ്റ് പേഴ്സൺ ആയിരിക്കുന്ന ഐ, വി, സെക്കൻഡ് പേഴ്സൺ യു, തേർഡ് പേഴ്സൺ പ്ലൂറൽ, അതായത് ദേ, ഡോഗ്സ്, കാറ്റ്സ്, ലീവ്സ്, ആനിമൽസ്, മെൻ, വിമൻ, ഇത്തരത്തിൽ തേർഡ് പേഴ്സൺ പ്ലൂറൽ ആയിരിക്കുന്ന എല്ലാ സബ്ജക്റ്റിൻ്റെയും കൂടെ വെർബിൻ്റെ ബേസ് ഫോമാണ് ഉപയോഗിക്കുന്നത്. ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വോക്കൽ പ്രാക്ടീസിലേക്ക് കടക്കാം. അതായത് ഓക്സിലറി വെർബുകൾ 24 എണ്ണമാണ്. ഓക്സിലറി വെർബുകളെ കുറിച്ച് മാത്രമുള്ള ക്ലാസ് നമ്മുടെ ചാനലിലുണ്ട്, നിങ്ങളത് കാണണം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. 24 ഓക്സിലറി വെർബുകളിൽ 3 ഓക്സിലറി വെർബ്സ്, അതായത് ഡു, ഡസ്, ഡിഡ് ഒഴികെയുള്ള എല്ലാ ഓക്സിലറി വെർബ്സും സെൻറ്റൻസിൽ വിസിബിൾ ആണ്. അത് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ എസ് ഫോമിലും ബേസ് ഫോമിലും V2 ഉള്ള ഓക്സിലറി വെർബ് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുകയില്ല. അതായത് വാച്ച് എന്ന് പറഞ്ഞാൽ അത് ഡു വാച്ച് ആണ്, വാച്ചസ് എന്ന് പറഞ്ഞാൽ ഡസ് വാച്ച് ആണ്, വാച്ച്ഡ് എന്ന് പറഞ്ഞാൽ അത് ഡിഡ് വാച്ച് ആണ്. ഇതെല്ലാ വെർബിനും ബാധകമാണ്. മറ്റൊരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക. പ്ലേ എന്ന് പറഞ്ഞാൽ അത് ഡു പ്ലേ ആണ്. പ്ലേ, ഡോൺ പ്ലേ എന്നാണ് അതിൻ്റെ നെഗറ്റീവ് നമ്മൾ എഴുതാറുള്ളത്. പ്ലേസ് എന്നാൽ അത് ഡസ് പ്ലേ ആണ്. പ്ലേഡ് എന്ന് പറഞ്ഞാൽ അത് ഡിഡ് പ്ലേ ആണ്. ഈ ഒരു കാര്യം കൂടി നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്ന് നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന വോക്കൽ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സിൻ്റെ രൂപത്തിലുള്ളതാണ്. ഈ കാണുന്ന 3 സെറ്റ് ഓഫ് സെൻറ്റൻസസിൽ ഓരോ സെറ്റ് ഓഫ് സെൻറ്റൻസും ഓരോ സമയക്രമത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന വസ്തുത നിങ്ങൾക്ക് ഇതിനോടകം നന്നായി മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ ഓരോ സെറ്റിലും മാർക്ക് ചെയ്തിരിക്കുന്ന സെൻറ്റൻസുകൾ ക്വസ്റ്റ്യൻസ് ആണ്. അതിന് മുകളിൽ കാണുന്നത് അതിൻ്റെ ആൻസേഴ്സുമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ക്വസ്റ്റ്യൻസ് പോസിറ്റീവും നെഗറ്റീവുമാകാം. പോസിറ്റീവ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് പോസിറ്റീവായും നെഗറ്റീവായും മറുപടി പറയാം. ആണോ എന്ന് ചോദിച്ചാൽ ആണ് എന്നും അല്ല എന്നും പറയാം. അല്ലേ എന്ന് ചോദിച്ചാൽ ആണ് എന്നും അല്ല എന്നും മറുപടി പറയാം. അതായത് ക്വസ്റ്റ്യൻ പോസിറ്റീവോ നെഗറ്റീവോ എന്നത് ഒരു പ്രശ്നമല്ല. ഉചിതമായി ആ ചോദ്യത്തിന് ഉത്തരം നൽകാവുന്നതാണ്. ഇവിടെ കാണുന്ന ക്വസ്റ്റ്യൻസ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. എന്തെങ്കിലും ഒരു വിവരം ലഭ്യമാകണമെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് ചേർന്ന ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് ക്വസ്റ്റ്യൻ വേർഡുകളെ ഒന്ന് പരിചയപ്പെടാം. വാട്ട്, which, when, where, who, whom, whose, why.
അങ്ങനെ WHൽ ആരംഭിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ്സും ഹൗ, ഹൗ മെനി, ഹൗ മച്ച്, ഹൗ ഫാർ, ഹൗ ലോങ്, ഹൗ ഓഫൺ, ഹൗ ഓൾഡ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സുമാണ് നാം ഉപയോഗിക്കുന്നത്. ക്വസ്റ്റ്യൻ വേർഡ്സിൻ്റെ മീനിങ് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. എങ്കിലും ഓരോ ക്വസ്റ്റ്യൻ വേർഡിൻ്റെയും മീനിങ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഫസ്റ്റ് സെറ്റ് ഓഫ് സെൻറ്റൻസസ് നമുക്കൊന്ന് പരിശോധിക്കാം. തേർഡ് ആൻഡ് ദ ഫോർത്ത് സെൻറ്റൻസസ് ആർ ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ വേർഡ്സ് ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. വാട്ട്, വെൻ, വെയർ, വൈ, ഹൗ, ഹൗ ഓഫൺ ഇത്രയും ക്വസ്റ്റ്യൻ വേർഡ്സ് ഈ ക്വസ്റ്റ്യൻസിനോടുകൂടി ചേർക്കാൻ ഏറ്റവും യോജ്യമായതാണ്. ഓരോ ക്വസ്റ്റ്യൻ വേർഡും ചേരുമ്പോൾ അതിൻ്റെ അർത്ഥത്തിൽ വരുന്ന വ്യത്യാസം എന്തെന്ന് നമുക്കൊന്ന് നോക്കാം. വാട്ട് എന്ന ക്വസ്റ്റ്യൻ വേർഡ് ചേരുമ്പോൾ വാട്ട് ഡസ് ഹി വാച്ച്, അവിടെ മൂവീസ് എന്ന് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ആൻസറിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ചോദിക്കാം വാട്ട് ഡസ് ഹി വാച്ച്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ മറുപടി പറയുക? എങ്ങനെയാണോ ചോദ്യം ചോദിക്കുന്നത് അത്തരത്തിൽ തന്നെ മറുപടി പറയേണ്ടതുണ്ട്. വാട്ട് ഡസ് ഹി വാച്ച്. ഇതിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസിൽ അതിൻ്റെ ഉത്തരമുണ്ട്. ഹി വാച്ചസ് മൂവീസ്. വെൻ എന്ന ക്വസ്റ്റ്യൻ വേർഡ് ചേർക്കുമ്പോഴോ വെൻ ഡസ് ഹി വാച്ച് മൂവീസ്. അപ്പോൾ നമുക്ക് മറുപടി പറയാം ഹി വാച്ചസ് മൂവീസ് ഇൻ ദ ഈവനിങ്. വെയർ ഡസ് ഹി വാച്ച് മൂവീസ്. എവിടെയാണ് അവൻ മൂവീസ് കാണാറുള്ളത്? ഹി വാച്ചസ് മൂവീസ് ഓൺ ദ സ്ക്രീൻ. വൈ ഡസ് ഹി വാച്ച് മൂവീസ്. എന്തുകൊണ്ടാണ് അവൻ മൂവീസ് കാണാറുള്ളത്? ബിക്കോസ് ഹി വാണ്ട്സ് പ്ലഷർ. വൈ എന്ന് ചോദിക്കുമ്പോൾ ബിക്കോസ് എന്നാണ് മറുപടി പറയേണ്ടത്. ഹൗ ഡസ് ഹി വാച്ച് മൂവീസ്. എങ്ങനെയാണ് അവൻ മൂവീസ് കാണാറുള്ളത്? ഹി വാച്ചസ് മൂവീസ് സിറ്റിംഗ് ഓൺ എ ചെയർ. ഹൗ ഓഫൺ ഡസ് ഹി വാച്ച് മൂവീസ്. എപ്പോഴൊക്കെയാണ് അവൻ TV കാണാറുള്ളത്? ഹി വാച്ചസ് മൂവീസ് ഡെയിലി. ഈ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്ക് ഒന്ന് പരിശീലിക്കാം. ഞാൻ ഈ സെൻറ്റൻസസ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാം. ക്വസ്റ്റ്യൻ വേർഡ്സിൻ്റെ ഉപയോഗവും അതിൻ്റെ അർത്ഥവുമൊക്കെ നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായല്ലോ. അതുകൊണ്ട് ഈ സെൻറ്റൻസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആശയം ഗ്രഹിക്കാൻ സാധിക്കും. ഒരു കാര്യം മാത്രം ചെയ്താൽ മതിയാകും, ഇത് പറഞ്ഞ് പഠിക്കുക. വാട്ട് ഡസ് ഹി വാച്ച്. ഹി വാച്ചസ് മൂവീസ്. അവൻ എന്താണ് കാണാറുള്ളത്? അവൻ കാണാറുള്ളത് മൂവീസാണ്. വെൻ ഡസ് ഹി വാച്ച് മൂവീസ്. ഹി വാച്ചസ് മൂവീസ് ഇൻ ദ ഈവനിങ്. അവൻ സന്ധ്യയ്ക്കാണ് മൂവീസ് കാണാറുള്ളത്. വെയർ ഡസ് ഹി വാച്ച് മൂവീസ്. ഹി വാച്ചസ് മൂവീസ് ഓൺ ദ സ്ക്രീൻ. അവൻ എവിടെയാണ് മൂവീസ് കാണാറുള്ളത്? അവൻ സ്ക്രീനിലാണ് മൂവീസ് കാണാറുള്ളത്. വൈ ഡസ് ഹി വാച്ച് മൂവീസ്. വൈ എന്ന് ചോദിക്കുമ്പോൾ ബിക്കോസ് എന്ന മറുപടി പറയണം. സാധാരണ സെൻറ്റൻസിൽ നിന്നും വ്യത്യസ്തമായത് വൈ എന്ന് ചോദിക്കുമ്പോൾ മാത്രമാണ്. ബിക്കോസ് ഹി വാണ്ട്സ് പ്ലഷർ. അവൻ എന്തുകൊണ്ടാണ് മൂവീസ് കാണാറുള്ളത്? എന്തുകൊണ്ടെന്നാൽ അവന് സന്തോഷം വേണം. ഫിഫ്ത്ത് വൺ, ഹൗ ഡസ് ഹി വാച്ച് മൂവീസ്. ഹി വാച്ചസ് മൂവീസ് സിറ്റിംഗ് ഓൺ എ ചെയർ. അവൻ എങ്ങനെയാണ് മൂവീസ് കാണാറുള്ളത്? അവനൊരു കസേരയിൽ ഇരുന്നാണ് മൂവീസ് കാണാറുള്ളത്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസസ് ഒന്ന് പറഞ്ഞു പഠിക്കാം. വാട്ട് ഡസ് ഹി വാച്ച്. ഹി വാച്ചസ് മൂവീസ്. വെൻ ഡസ് ഹി വാച്ച് മൂവീസ്. ഹി വാച്ചസ് മൂവീസ് ഇൻ ദ ഈവനിങ്. വെയർ ഡസ് ഹി വാച്ച് മൂവീസ്. ഹി വാച്ചസ് മൂവീസ് ഓൺ ദ സ്ക്രീൻ. വൈ ഡസ് ഹി വാച്ച് മൂവീസ്. ബിക്കോസ് ഹി വാണ്ട്സ് പ്ലഷർ. ഹൗ ഡസ് ഹി വാച്ച് മൂവീസ്. ഹി വാച്ചസ് മൂവീസ് സിറ്റിംഗ് ഓൺ എ ചെയർ. എത്രമാത്രം വേഗതയിൽ സെൻറ്റൻസ് പറയാൻ സാധിക്കുമോ അത്രയും പ്രയോജനം നമ്മുടെ വോക്കൽ ഓർഗൻസിന് കിട്ടുന്നതാണ്. ഈ സെൻറ്റൻസുകൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറുമ്പോൾ എന്ത് മാറ്റമാണ് അവിടെ സംഭവിച്ചതെന്ന് ശ്രദ്ധിക്കുക. അത് പറഞ്ഞു പഠിക്കുക. വാട്ട് ഡിഡ് ഹി വാച്ച്. ഹി വാച്ച്ഡ് മൂവീസ്. അവൻ എന്താണ് കണ്ടത്? അവൻ മൂവീസ് ആയിരുന്നു കണ്ടത്. വെൻ ഡിഡ് ഹി വാച്ച് മൂവീസ്. ഹി വാച്ച്ഡ് മൂവീസ് ഇൻ ദ ഈവനിങ്. അവൻ എപ്പോഴാണ് മൂവീസ് കണ്ടത്? അവൻ വൈകുന്നേരമായിരുന്നു മൂവീസ് കണ്ടത്. വേർ ഡിഡ് ഹി വാച്ച് മൂവീസ്. ഹി വാച്ച്ഡ് മൂവീസ് ഓൺ ദ സ്ക്രീൻ. അവൻ എവിടെയായിരുന്നു മൂവീസ് കണ്ടത്? അവൻ മൂവീസ് സ്ക്രീനിലാണ് കണ്ടത്. വൈ ഡിഡ് ഹി വാച്ച് മൂവീസ്. ബിക്കോസ് ഹി വാണ്ടഡ് പ്ലഷർ. അവൻ എന്തുകൊണ്ടായിരുന്നു മൂവീസ് കണ്ടത്? എന്തുകൊണ്ടെന്നാൽ അവന് സന്തോഷം ആവശ്യമായിരുന്നു. ഹൗ ഡിഡ് ഹി വാച്ച് മൂവീസ്. ഹി വാച്ച്ഡ് മൂവീസ് സിറ്റിംഗ് ഓൺ എ ചെയർ. അവൻ എങ്ങനെയായിരുന്നു മൂവീസ് കണ്ടത്? അവൻ ഒരു കസേരയിൽ ഇരുന്നായിരുന്നു മൂവീസ് കണ്ടത്. ഇവിടെ ഹൗ ഓഫൺ എന്ന ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ച സെൻറ്റൻസ് എഴുതിയിട്ടില്ല. കാരണം ഹൗ ഓഫൺ എന്ന വേർഡ് പ്രസൻറ്റ് ടെൻസിലാണ് സാധാരണയായി ഉപയോഗിക്കാറുള്ളത്. ഇവിടെ മറ്റൊരു സമയക്രമം ശ്രദ്ധിക്കുക. ഇത് ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്നു. വാട്ട് വിൽ ഹി വാച്ച്. അവൻ എന്ത് കാണും? ഹി വിൽ വാച്ച് മൂവീസ്. അവൻ മൂവീസ് കാണും. വെൻ വിൽ ഹി വാച്ച് മൂവീസ്. അവൻ എപ്പോഴായിരിക്കും മൂവീസ് കാണുന്നത്? ഹി വിൽ വാച്ച് മൂവീസ് ഇൻ ദ ഈവനിങ്. അവൻ വൈകിട്ടായിരിക്കും മൂവീസ് കാണുന്നത്. വേർ വിൽ ഹി വാച്ച് മൂവീസ്. അവൻ എവിടെയായിരിക്കും മൂവീസ് കാണുന്നത്? ഹി വിൽ വാച്ച് മൂവീസ് ഓൺ ദ സ്ക്രീൻ. അവൻ സ്ക്രീനിലായിരിക്കും കാണുന്നത്. വൈ വിൽ ഹി വാച്ച് മൂവീസ്. അവൻ എന്തുകൊണ്ടായിരിക്കും മൂവീസ് കാണുന്നത്? ബിക്കോസ് ഹി വാണ്ട്സ് പ്ലഷർ. എന്തുകൊണ്ടെന്നാൽ അവന് സന്തോഷം ആവശ്യമാണ്. ഹൗ വിൽ ഹി വാച്ച് മൂവീസ്. അവൻ എങ്ങനെയായിരിക്കും മൂവീസ് കാണുന്നത്? ഹി വിൽ വാച്ച് മൂവീസ് സിറ്റിംഗ് ഓൺ എ ചെയർ. അവനൊരു കസേരയിൽ ഇരുന്നു കൊണ്ടായിരിക്കും അവൻ TV കാണുന്നത്.
ഇവിടെ 3 തരത്തിലുള്ള സമയക്രമമാണ് 3 പേജുകളിലായി നൽകിയിരിക്കുന്നത്. ഇത് നിങ്ങൾ ആവർത്തിച്ച് വായിക്കുക. സ്പീഡ് കൂട്ടി ഇത് വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ സെൻറ്റൻസ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമെന്ന് മാത്രമല്ല, ഈ വാക്കുകളുടെ പ്രൊനൗൺസിയേഷൻ നമ്മുടെ നാവിൽ പതിയുകയും നമുക്ക് ഈ സെൻറ്റൻസിൻ്റെ ആശയം ഹൃദ്യസ്ഥമാകുകയും ചെയ്യും. ഈ 3 സമയക്രമം ഒരുമിച്ച് നമുക്കൊന്ന് പരിശീലിക്കാം. ഞാൻ നിങ്ങൾക്ക് ഒന്ന് വായിച്ചു തരാം. നിങ്ങളത് ആവർത്തിക്കാൻ ശ്രമിക്കുക. What does he watch? He watches movies. What did he watch? He watched movies. What will he watch? He will watch movies. When does he watch movies? He watches movies in the evening. When did he watch movies? He watched movies in the evening. When will he watch movies? He will watch movies in the evening. Where does he watch movies? He watches movies on the screen. Where did he watch movies? He watched movies on the screen. Where will he watch movies? He will watch movies on the screen. Why does he watch movies? Because he wants pleasure. Why did he watch movies? Because he wanted pleasure. Why will he watch movies? Because he wants pleasure. How does he watch movies? He watches movies sitting on a chair. How did he watch movies? He watched movies sitting on a chair. How will he watch movies? He will watch movies sitting on a chair. വോക്കൽ എക്സസൈസിൻ്റെ പാർട്ട് 5 നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെട്ടു എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിലേറ്റഡ് വീഡിയോസ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് പരിശോധിക്കണം. അപ്പോൾ വോക്കൽ എക്സസൈസിൻ്റെ പാർട്ട് 6മായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.